നിരവധി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും പെൻഷനാകാൻ പോകുന്നവരും ക്ഷേത്രവിശ്വാസമുള്ളവരും പൂജകളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ മന്ത്രവിദ്യാപീഠത്തിൻ്റെ പൂജാപഠന ക്ലാസ്സുകളിൽ ചേരാറുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ചകളിലുള്ള ക്ലാസ്. ഇന്ന് ഹിന്ദുവായ ഏതൊരാൾക്കും പൂജകൾ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി പാസ്സായ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലെ മേശാന്തിയാകുവാൻ സാധിക്കും. കുറച്ച് പ്രായവും പക്വതയും ഉണ്ടെങ്കിൽ വലിയ സ്വീകാര്യതയാണ്. അതിനുള്ള സൗകര്യമാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഞായറാഴ്ചത്തെ ക്ലാസ്സുകൾ. ഞായറാഴ്ച രാവിലെ ഏതാണ്ട് 9:30 മുതൽ ഉച്ചവരെ നീളുന്ന ക്ലാസ്സുകളിലൂടെ പൂജ പഠിപ്പിക്കുക മാത്രമല്ല, അത് നിരവധി തവണ ആവർത്തിച്ച് പരിശീലിച്ച് റെഡിയായി പോകാനുള്ള സൗകര്യമാണ് മന്ത്രവിദ്യാപീഠത്തിലുള്ളത്. ഞായറാഴ്ചകളിൽ മാത്രമല്ല, താല്പര്യമുള്ള സമയങ്ങളിൽ വന്ന് പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ക്ഷേത്രത്തിൽ കയറി പരിശീലിക്കാനും മറ്റൊരിടത്തുനിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുണ്ട്. ഒരു ഭയവും കൂടാതെ അനുയോജ്യമായ സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കയറി നമുക്ക് ആവശ്യമായ വിഗ്രഹം വെച്ച് ആവശ്യമായ പരിശീലനം ലഭിക്കാനുള്ള സൗകര്യം മന്ത്രവിദ്യാപീഠത്തിന് മാത്രമാണുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഏത് വിഗ്രഹം വേണമെങ്കിലും അവിടെ വെച്ച് പഠിക്കാം. സാധാരണ ക്ഷേത്രത്തിൽ ചെയ്യുന്ന അഭിഷേകമായാലും കലശമായാലും ശ്രീഭൂതബലി, നവകം തുടങ്ങി ഏത് തരത്തിലുള്ള ക്രിയയാലും അവിടെ നേരിട്ട് പരിശീലിക്കാനുള്ള സൗകര്യം. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഞായറാഴ്ച ക്ലാസ്സുകളിലുള്ളത്. ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാവണമെങ്കിൽ അത്യാവശ്യം സംസ്കൃത പരിജ്ഞാനം വേണം. ജ്യോതിഷത്തിൽ സാമാന്യമായ ജ്ഞാനം വേണം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാവുന്ന അത്തരത്തിലുള്ള സൗകര്യത്തോടു കൂടിയ സ്ഥാപനമാണ് മന്ത്രവിദ്യാപീഠം. മന്ത്രവിദ്യാപീഠത്തിലെ ഞായറാഴ്ച ക്ലാസ്സുകളിലൂടെ ഈ തരത്തിൽ നല്ല ഒരു മേശാന്തിയാകുവാൻ സാധിക്കുന്നതാണ്.